HTML ലിങ്ക് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ വെബ് പേജസ് കാണാനായിട്ട് പറ്റും. അപ്പം ഒരു വെബ് പേജിൽ നിന്നും ഇന്നൊരു വെബ് പേജിലേക്ക് നമ്മളെ പോകാൻ സഹായിക്കുന്നത് എന്താണ്? ഈ ലിങ്കാണ്. നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു പേജിൽ നിന്നും ഇന്നൊരു പേജിലേക്ക് പോകും. ഇനി ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് മാത്രമല്ല, ഒരു വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിന് പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് നമുക്ക് ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു വെബ് പേജിലെ ആ ഡോക്യുമെന്റിന്റെ പല സെക്ഷൻസിലേക്കും നമുക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് HTML ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. HTML ലിങ്ക്സിനെ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്നും പറയും. ഒന്നെങ്കിൽ HTML ലിങ്ക് അല്ലെങ്കിൽ എന്താണ് ഹൈപ്പർ ലിങ്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഹൈപ്പർ ലിങ്ക് എഴുതാനായിട്ട് നമുക്ക് ആങ്കർ ടാഗാണ്, എ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ് എന്ന് പറയും. എ എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടാഗ് എഴുതുന്നത് നമുക്കറിയാം, ആംഗിൾ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്യുക, ടാഗിന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇതാണ് അതിന്റെ ടാഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ടാഗിൽ ക്ലിക്ക് ചെയ്തു അല്ലെ, ഒരു HTML ലിങ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഇതൊരു ചെറിയ വെബ് പേജാണ്. ഈ വെബ് പേജിൽ നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് എന്താണ് പറയുന്നത്? visit w3schools.com. w3 schools എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഈ ലിങ്കിലേക്ക് നമുക്ക് മൗസ് ഉപയോഗിച്ച് പോയിന്റ് ചെയ്യും അല്ലെ. മൗസ് ഉപയോഗിച്ച് ഇവിടെ ആണെങ്കിൽ ആ കർസർ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അത്യാവശ്യം നമ്മളിവിടെ പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കൈയുടെ ഷേപ്പിലേക്ക് മാറും. ഇനി ഈ ലിങ്ക്, ഇതാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകും. അതിന്റെ കളർ സാധാരണ ടെക്സ്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും. നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് പോയിന്റ് നോക്കുക, ഈ ലിങ്കിലേക്ക് കൊണ്ടുവരുമ്പം അത് ഈ രീതിയിലായിരിക്കും. ലിങ്കിൽ നിന്ന് പുറത്ത് പോയി കഴിയുമ്പം അതിന്റെ കർസറിന്റെ ഷേപ്പ് മാറും. നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? visit w3schools.com എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ w3 schools എന്നുള്ള വെബ് പേജ് ഇവിടെ ലോഡ് ചെയ്യുകയാണ്. നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് w3schools.com എന്നുള്ളൊരു വെബ് സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സൈറ്റ് ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഒരു ലിങ്ക് കൊടുക്കുന്നത്. HTML ലിങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇതേപോലെ ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു പേജിൽ നിന്നും ഇന്നൊരു പേജിലേക്ക് പോകാനോ, അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ വെബ് പേജിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്കോ, നമ്മൾ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനിലേക്കോ ഒക്കെ നമുക്ക് പോകാനായിട്ട് നമുക്ക് ലിങ്ക് ഉപയോഗിച്ച് സാധിക്കും. അപ്പൊ ഇത് എഴുതുമ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കുക. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇതുപോലെ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണണം അല്ലെ. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കാണണം, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്താലല്ലേ നമുക്ക് അതിന് ലിങ്കാന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് ലിങ്ക് എന്ന് പറയും. ഇതിന് പകരം നമുക്കൊരു ഇമേജ് ഒക്കെ കൊടുക്കാം. ഏതെങ്കിലും ഒരു പടം കൊടുത്തിട്ട് ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ വേറൊരു വെബ് പേജിലേക്കോ പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് ലിങ്ക് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഈ ടെക്സ്റ്റ് ലിങ്കിൽ ഒരു ടെക്സ്റ്റ് ഇവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേറൊരു വെബ് പേജിലേക്ക് അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിലേക്കൊക്കെ നമുക്ക് പോകണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ടാഗാണെന്ന് പറഞ്ഞു? ആങ്കർ ടാഗാണെന്ന് പറഞ്ഞു. അപ്പൊ ആങ്കർ ടാഗിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം? ഏത് ടെക്സ്റ്റ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്, നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടതെന്ന് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയണം? നമുക്ക് റീഡയറക്ട് ചെയ്ത് പോവേണ്ട അല്ലെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട ആ വെബ് പേജിന്റെ അഡ്രസ്സും പറയണം. അപ്പൊ നമ്മൾ ആങ്കർ ടാഗ് അല്ലെ, എ എന്നുള്ള ടാഗ് ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആങ്കർ ടാഗിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? ആങ്കർ ടാഗിൽ നമ്മൾ 2 കാര്യങ്ങൾ പറയണം. മെയിൻ ആയിട്ട് 2 കാര്യങ്ങൾ പറയണം. എന്തൊക്കെയാണ്? ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട ഈ ടെക്സ്റ്റ് എന്തായിരിക്കണം അത് നമ്മൾ പറയണം. പിന്നെ ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് അതും നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആങ്കർ ടാഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ ലിങ്ക് ടെക്സ്റ്റ് എന്ന് മനസ്സിലാവും അല്ലെ. ലിങ്ക് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആങ്കർ ടാഗിന്റെ ഉള്ളിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ലിങ്ക് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ ലിങ്ക് ടെക്സ്റ്റ് ആണ് എന്ത്, നമ്മളുടെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോർഷൻ എന്താണ്? ഈ ലിങ്ക് ടെക്സ്റ്റ് ആണ്. ഓക്കെ, ദ ലിങ്ക് ടെക്സ്റ്റ് ഈസ് ദ പാർട്ട് ദാറ്റ് വിൽ ബി വിസിബിൾ ടു ദ റീഡർ. ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ട്
ഇല്ലേ, ഇവിടെ ഈ വെബ് പേജിൽ നമ്മൾ ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ visit w3schools.com എന്ന് പറഞ്ഞ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയണം. അത് നമ്മൾ HTML പേജ് എഴുതുമ്പോൾ നമ്മൾ അത് പറയണം. പിന്നെ ലിങ്ക് എഴുതുമ്പോൾ നമ്മൾ അത് പറയണം. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് പറഞ്ഞു, HREF ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. HREF ഈ ചുവന്ന കളറിൽ കിടക്കുന്നത്, ഇത് ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്ന് പറയും. HREF ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇതൊരു ആട്രിബ്യൂട്ട് വാല്യൂ പെയർ ആണ്. അപ്പൊ ആട്രിബ്യൂട്ട് ഒക്കെ എന്താണെന്ന് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂ ആണ് കിടക്കുന്നത്. ആങ്കർ ടാഗിന്റെ HREF എന്നുള്ള ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. ഈ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക് ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ പാത്താണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഈ URL എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഈ ലിങ്ക് ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ പാത്താണ്, ആ ഡെസ്റ്റിനേഷൻ ആണ് നമ്മൾ ഇവിടെ പറയേണ്ടത്, ഈ URL പറയേണ്ടത്. ഓക്കെ, അപ്പം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, ആങ്കർ ടാഗ് എന്ന് പറയും. എന്നുള്ള ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ടാഗ് ഓപ്പൺ ചെയ്യുകയും വേണം, അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുകയും വേണം. ഇനി അതിന്റെ ആട്രിബ്യൂട്ട് പറയണം. ആട്രിബ്യൂട്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അത് നെയിം വാല്യൂ പെയർ ആയിട്ടാണ് പറയുന്നത്. അത് എവിടെ കൊടുക്കണം, ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിൽ തന്നെ എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതും നമ്മൾ എഴുതണം. ഏത് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, HREF ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നുള്ള ആട്രിബ്യൂട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ വാല്യൂ ആയിട്ട് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡെസ്റ്റിനേഷൻ ലിങ്ക് ആയിരിക്കും, അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അല്ലെ. ഈ ലിങ്ക് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണോ അതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. ഈ HREFന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് എന്തിൽ കൊടുക്കണം, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പൊ ഇത്രയാണ് ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഒരു വെബ് പേജിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യണം, ആങ്കർ ടാഗ് യൂസ് ചെയ്യണം. ആങ്കർ ടാഗിന്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കണം. ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് അതിന്റെ ക്ലോസിംഗ് ടാഗ് എഴുതുക. ഇനി അതിന്റെ ആട്രിബ്യൂട്ട് പറയണം. ആട്രിബ്യൂട്ട് എങ്ങനെയുണ്ടാവും, നെയിം വാല്യൂ പെയർ ആയിട്ടായിരിക്കും. ഈ നെയിം വാല്യൂ പെയറിൽ നമ്മൾ എന്ത് പറയണം, അതിന്റെ ആട്രിബ്യൂട്ടും പറയണം, അതിന്റെ വാല്യൂവും പറയണം. ഈ ആട്രിബ്യൂട്ടിൽ എന്തുണ്ടാവും, HREF എന്നുള്ളതാണ് അതിന്റെ വാല്യൂ, ആട്രിബ്യൂട്ടിന്റെ പേര്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു URL ആയിരിക്കും. അതായത് ഈ ലിങ്ക് ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ URL പാർട്ടിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എക്സാമ്പിൾ അല്ല, മുകളിലത്തെ എക്സാമ്പിൾ നോക്കുക. ഇവിടെ നോക്കുക, നമ്മൾ visit w3schools.com എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ആങ്കർ ടാഗ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബ്രാക്കറ്റ് നോക്കുക കേട്ടോ. ഇതിന്റെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിങ്ക് ടെക്സ്റ്റ് എഴുതേണ്ടത്. ആ ലിങ്ക് ടെക്സ്റ്റ് എന്താണ്, visit w3schools.com. അതായത് നമ്മുടെ ഈ വെബ് പേജിൽ കാണുന്ന ഭാഗം visit w3schools.com എന്നുള്ളത് നമ്മൾ എവിടെ എഴുതണം, ഈ ആങ്കർ ടാഗ് അല്ലെ, ഇതിന്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ലിങ്ക് ടെക്സ്റ്റ് എഴുതണം, എന്നിട്ട് അതിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റും കൂടി കൊടുക്കണം. ഇനി visit w3schools.com അല്ലെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ w3schools.com എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. സോ നമ്മൾ അത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം, ഇതിന്റെ അഡ്രസ്സിലേക്ക് പോകണം. അപ്പൊ ഈ അഡ്രസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഈ അഡ്രസ്സ് കണ്ടോ, HTTPS എന്ന് പറഞ്ഞു കിടക്കുന്നുണ്ടോ, ഈ അഡ്രസ്സ് വേണം നമുക്ക് എവിടെ കൊടുക്കാനായിട്ട്, നമ്മുടെ URL പാർട്ടിൽ കൊടുക്കാനായിട്ട്. അതായത് HREF എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയണം, ആ അഡ്രസ്സ് വേണം നമുക്ക് പറയാം. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, www.google.com എന്ന് പറയണം. ഓക്കെ, ഇപ്പൊ ഇവിടെ HTTPS ആ അഡ്രസ്സ് നമുക്ക് ഏത് അഡ്രസ്സിലേക്കാണോ പോകേണ്ടത്, ഇവിടെ ഏത് അഡ്രസ്സിലേക്കാണോ പോകേണ്ടത് ആ അഡ്രസ്സും കൂടി ഇവിടെ പറയണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എന്തിൽ എഴുതണം, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എഴുതണം. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്കൊരു ലിങ്കിനെ കുറിച്ച് ഓർക്കാനുള്ളൂ. ആങ്കർ ടാഗ് ആണ് എഴുതുന്നത്. ആങ്കർ ടാഗിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതും, ലിങ്ക് ടെക്സ്റ്റ് എഴുതും. ഈ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൽ ഒരു റീഡർ കാണുന്ന ആ ടെക്സ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിങ്ക് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും, വേറെ ഏതെങ്കിലും ഒരു വെബ് പേജിലേക്ക്, ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു വെബ് പേജിലേക്കോ അതല്ലെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു വെബ്സൈറ്റിലേക്കോ നമുക്ക് പോകാനായിട്ട് പറ്റും.
അപ്പം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അത് നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? href എന്നുള്ള ടാഗ് ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. href എന്ന് എഴുതുക, ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ് ഇതിന്റെ പേര്, = എന്ന് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സൈറ്റിന്റെ അഡ്രസ്സും കൂടി നമ്മൾ കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഗൂഗിളിലേക്കാണ് പോകേണ്ടതെങ്കിൽ എന്ത് കൊടുക്കുക? www.google.com എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊന്ന് മാറ്റി കാണിച്ചു തരാം. വിസിറ്റ് W3 Schools എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിവിടെ google.com എന്ന് കൊടുക്കാം. ഗൂഗിൾ, അതിൻ്റെ അഡ്രസ്സ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. google.com. ഞാൻ എൻ്റെ ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫയൽ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഒറിജിനലിൽ നിന്നിരുന്നത്. കണ്ടോ? അപ്പോൾ അതിൻ്റെ ലിങ്ക് ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. ഈ ലിങ്ക് ടെക്സ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? google.com. ഗൂഗിൾ എന്നുള്ള വെബ്സൈറ്റിലേക്ക് നമുക്ക് സെർച്ച് എഞ്ചിനിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരുന്നു. ഇനി ഒരു വെബ് പേജിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിലുള്ള ഒരു പേജിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ പാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അന്നേരം നമുക്ക് എന്ത് വേണ്ട? ഈ www https എന്നുള്ള ഭാഗമൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അത് നമ്മൾ ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ ഇവിടെ പാത്ത് പറയുമ്പം അബ്സല്യൂട്ട് URL വേഴ്സസ് റിലേറ്റീവ് URL എന്നുണ്ട്. ഈ അബ്സല്യൂട്ട് URL ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. https:// എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പുറത്തുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിന്റെ ഫുൾ വെബ് അഡ്രസ്സും നമ്മൾ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. അതായത് പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഫുൾ അഡ്രസ്സ് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. ഇനി അത് വേണ്ട, ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു പേജ് ആണ്, അതായത് ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു പേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഫുൾ പാത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ആ https www എന്നുള്ള ഫുൾ പാത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെയുള്ള ഇന്നൊരു പേജിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ആ വെബ് പേജ് എവിടെ കിടക്കുന്നു അത്ര കാര്യം മാത്രം നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. അതിനെയാണ് റിലേറ്റീവ് URL എന്ന് പറയുന്നത്. അപ്പൊ URL രണ്ട് രീതിയിൽ പറയാം. അബ്സല്യൂട്ട് URL ഉണ്ട്, റിലേറ്റീവ് URL ഉണ്ട്. അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുൾ വെബ് അഡ്രസ്സ് പറയുന്നതിനെയാണ്, ഫുൾ പാത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. റിലേറ്റീവ് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോക്കൽ ലിങ്ക് ആണ്. ഒരു വെബ്സൈറ്റിൽ തന്നെയുള്ള ഒരു പേജിലേക്ക്, അല്ലെങ്കിൽ ഒരു പേജിൽ തന്നെയുള്ള ഒരു ഡോക്യുമെന്റിന്റെ മറ്റൊരു സെക്ഷനിലേക്കൊക്കെ കൊടുക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോക്കൽ ലിങ്ക് യൂസ് ചെയ്യുന്നത്. അതിന് റിലേറ്റീവ് URL മതിയായിരിക്കും. നമുക്ക് അവിടെ https എന്നുള്ള ഭാഗമൊന്നും അവിടെ കൊടുക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് അബ്സല്യൂട്ട് URLന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് പറയുന്നത് റിലേറ്റീവ് URL ആണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇവിടെ https www. എന്നൊന്നും പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എഴുതേണ്ട ആവശ്യമില്ല. റിലേറ്റീവ് URL എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇനി നമുക്കൊരു ഇമേജിനെയും ഒരു HTML ലിങ്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ടെക്സ്റ്റ് ലിങ്ക് മാത്രം നോക്കിയിരിക്കുക. അപ്പൊ ഇതാണ് അബ്സല്യൂട്ട് URLും റിലേറ്റീവ് URLും. ഇനി രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. href എന്ന് പറയുന്ന പോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്ന ഇനി ഒരു ആട്രിബ്യൂട്ടും കൂടി നമുക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം വിസിറ്റ് google.com എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പം ഈ പേജിൽ തന്നെയാണ് അല്ലെ, നമ്മൾ നിന്നതിന്റെ അതേ വിൻഡോയിൽ തന്നെയാണ് നമുക്ക്, അതേ ടാബിൽ തന്നെയാണ് നമുക്ക് പുതിയൊരു നമ്മുടെ പുതിയ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കിട്ടിയത്. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെയായിരിക്കും. ഇനി അതല്ല, നമുക്കൊരു പുതിയ ടാബിൽ വേണം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? അപ്പൊ ഇവിടെ അതിനുള്ള ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഈ ബ്ലാങ്ക് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. സെൽഫ് എന്നുള്ളത് ആട്രിബ്യൂട്ട് ഉണ്ട്. സെൽഫ് ഡിഫോൾട്ട് വാല്യൂ ആണ്. അതായത് നമ്മൾ എവിടെ തന്നെയാണോ നിൽക്കുന്നത് ആ വിൻഡോയിൽ അല്ലെങ്കിൽ ആ ടാബിൽ തന്നെ നമുക്ക് പുതിയ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കിട്ടും. എന്ത് കൊടുക്കുവാണെങ്കിൽ? സെൽഫ് കൊടുക്കുവാണെങ്കിൽ. അതല്ല, നമുക്ക് പുതിയൊരു ടാബിലാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ബ്ലാങ്ക് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ടാർഗറ്റ് = എന്ന് എഴുതിയിട്ട് ബ്ലാങ്ക് എന്നും കൂടി നമ്മൾ എഴുതണം. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ href എത്ര ആട്രിബ്യൂട്ട് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിന് സ്പേസ് ഇട്ട് എഴുതിയാൽ മാത്രം മതി. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. = എന്താ കൊടുക്കേണ്ട? ആട്രിബ്യൂട്ട് എഴുതുമ്പോൾ അതിന്റെ വാല്യൂ എഴുതുമ്പോൾ എപ്പോഴും എന്തിൽ എഴുതണം? ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ എഴുതണം. എന്നിട്ട് അണ്ടർസ്കോർ ഇട്ടിട്ട് എന്ത് കൊടുക്കുക? ബ്ലാങ്ക് എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്യാം.
എന്നിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്തായിരുന്നു, visitgoogle.com ആയിരുന്നു അല്ലെ. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, പുതിയൊരു ടാബിലാണ്. നേരത്തെ നിന്ന സ്ഥലമല്ല, നേരത്തെ നിന്നത് നമുക്ക് ഈ ടാബിൽ ഇവിടെ കിട്ടും. visitgoogle.com എന്നുള്ള ഹോം പേജ് അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തത് ഇപ്പുറത്തെ സൈഡിൽ ഗൂഗിളിന്റെ തൊട്ടടുത്ത ടാബിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ് ലിങ്കിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതിന്റെ ടാർഗറ്റ് വിൻഡോ നമ്മൾ ഓൾറെഡി നിൽക്കുന്ന ടാബിൽ തന്നെ വേണോ അതല്ല പുതിയ ടാബിൽ വേണോ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ബ്ലാങ്ക് എന്നുള്ള ആട്രിബ്യൂട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ രണ്ട് ആട്രിബ്യൂട്ടും കൂടി ഉണ്ട്, പാരന്റ്, ടോപ്പ്. തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ബ്ലാങ്ക് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതിയായിരിക്കും. പാരന്റിന്റെ അകത്ത് എന്താണ്, പാരന്റ് ഫ്രെയിമിൽ തന്നെ ഓപ്പൺ ചെയ്ത് വരാനാണ് പാരന്റ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഫുൾ ബോഡി ഓഫ് ദ വിൻഡോ അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ടോപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആങ്കർ ടാഗ് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്, എ എന്നുള്ള ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ എവിടെ ഓപ്പൺ ചെയ്യണം എവിടെ ക്ലോസ് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം. ഓപ്പണിംഗ് ടാഗ് ഇത്രയുമാണ്. ഈ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെയാണ് എന്ത് വരുന്നത്, ഓപ്പണിംഗ് ടാഗ് വരുന്നത്. അതേപോലെ തന്നെ ക്ലോസിംഗ് ടാഗും ഉണ്ട്. ക്ലോസിംഗ് ടാഗിന്റെ അകത്ത് സ്ലാഷ് കൊടുക്കാനായിട്ട് ഓർക്കണം. പിന്നെ ഈ കമ്പ്യൂട്ടർ ഹോപ്പ് എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ലിങ്ക് ടെക്സ്റ്റ് കേട്ടോ. അപ്പം എൻക്ലോസ്ഡ് ടാഗ് കണ്ടന്റ്, ഇതാണ് നമ്മുടെ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട് href എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണം. = എഴുതണം, അതിന്റെ വാല്യൂ പറയണം. വാല്യൂ എന്താണ്, നമുക്ക് ഇന്നൊരു വെബ് പേജിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതായിരിക്കും നമ്മൾ അതിന്റെ വാല്യൂ പറയുന്നത്. പിന്നെ ഇത് ആട്രിബ്യൂട്ട്, പിന്നെ ഈ മൊത്തം ഒരു ഓപ്പണിംഗ് ടാഗും പിന്നെ അതിൻ്റെ കണ്ടന്റും ക്ലോസിംഗ് ടാഗും ഇതെല്ലാം കൂടി ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു HTML ഇലമെന്റ് എന്ന് പറയുന്നത്. ഒരു ഓപ്പണിംഗ് ടാഗ്, അതിൻ്റെ അകത്തെ കണ്ടന്റ്, അതിന്റെ ക്ലോസിംഗ് ടാഗ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും, ഇലമെന്റ് എന്ന് പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഒരു ടാഗിനെ കുറിച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.